കർമ്മം ഒരു ബൂമറാങ് പോലെയാണ്. നിങ്ങൾ ലോകത്തിന് എന്ത് നൽകുന്നുവോ അത് തന്നെ ഒരു നാൾ നിങ്ങളിലേക്ക് തിരികെ വരും. നിങ്ങൾ സ്നേഹം നൽകുകയാണെങ്കിൽ സ്നേഹം തിരികെ വരും. നിങ്ങൾ വേദന നൽകുകയാണെങ്കിൽ വേദന തന്നെ തിരികെ വരും. അതുകൊണ്ട് നല്ലത് ചെയ്യൂ, നല്ലത് തന്നെ തിരികെ വരും. ഒരു ദിവസം നിങ്ങൾ ഒരാളെ സഹായിക്കുന്നു. അത് ചെറിയ കാര്യമെന്ന് തോന്നിയേക്കാം. പക്ഷേ ഒരു നാൾ അതേ സഹായം നിങ്ങൾക്ക് വലിയ രീതിയിൽ തിരികെ വരും. നിങ്ങൾ ഇന്ന് പറയുന്ന ഒരു വാക്ക് ഒരാളുടെ ഹൃദയം സന്തോഷിപ്പിക്കാം. അല്ലെങ്കിൽ അതേ വാക്ക് ഒരാളെ വേദനിപ്പിക്കാം. ഓർക്കുക, ഓരോ വാക്കും കർമ്മമാണ്. നിങ്ങൾ ആരെയെങ്കിലും വഞ്ചിച്ചാൽ ഒരു നാൾ ആരെങ്കിലും നിങ്ങളെയും വഞ്ചിക്കും. നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചാൽ ജീവിതം തന്നെ നിങ്ങളെ സഹായിക്കും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചിന്തകൾ, ഇന്ന് നിങ്ങൾ പറയുന്ന വാക്കുകൾ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇവയാണ് നാളത്തെ നിങ്ങളുടെ ജീവിതം നിർമ്മിക്കുന്നത്. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വയോധികൻ ജീവിച്ചിരുന്നു. അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ നല്ലതായിരുന്നു. ഒരു ദിവസം റോഡരികിൽ ഒരു യുവാവ് ബൈക്ക് അപകടത്തിൽ വീണ് കിടക്കുകയായിരുന്നു. ആരും അവനെ സഹായിച്ചില്ല. ആ വയോധികൻ ഉടനെ അവനെ ആശുപത്രിയിൽ എത്തിച്ചു. സ്വന്തം കയ്യിലെ പണമുപയോഗിച്ച് അവനെ ചികിത്സിക്കാൻ തുടങ്ങി. യുവാവ് സുഖം പ്രാപിച്ചു. അവൻ നന്ദി പറഞ്ഞു പോയി. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ വയോധികന് ഗുരുതരമായ അസുഖം പിടിപെട്ടു. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അറിയാൻ പറ്റി വലിയ ചികിത്സ ആവശ്യമുണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കേസ് കണ്ടു. ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ്റെ ചികിത്സയ്ക്കായി ഒരു പൈസ പോലും വാങ്ങണ്ട. നേഴ്സ് ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, എന്തുകൊണ്ട് ഡോക്ടർ, എന്തുപറ്റി? ഡോക്ടർ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവൻ രക്ഷിച്ചത് ഈ മനുഷ്യനാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റി നമ്മൾക്ക്? നല്ലത് ചെയ്യൂ. ഒരു നാൾ അതേ നല്ലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. കാരണം കർമ്മം ഒരിക്കലും മറക്കില്ല. നിങ്ങൾ ചെയ്യുന്ന എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒരു നാൾ തിരികെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇതാണ് കർമ്മത്തിൻ്റെ നിയമം. നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും എല്ലാം അതിൽ തന്നെയാണ്. ഒരു കുട്ടി അധ്യാപകരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുന്നു. വളർന്നപ്പോൾ എല്ലാവരും അവനെ ബഹുമാനിക്കുന്നു. ഒരു ജീവനക്കാർ എപ്പോഴും സത്യസന്ധനും ഒരു കുട്ടി അധ്യാപകരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുന്നു. വളർന്നപ്പോൾ എല്ലാവരും അവനെ ബഹുമാനിക്കുന്നു. ഒരു ജീവനക്കാരൻ എപ്പോഴും സത്യസന്ധനും കഠിനാധ്വാനിയുമാണ്. പ്രൊമോഷനും വിശ്വാസവും ഒക്കെ ലഭിക്കുന്നു. നമ്മൾ ലോകത്തിന് നൽകുന്നത് ജീവിതം നമുക്ക് തിരിച്ചു നൽകും. നല്ല ചിന്തകളും നല്ല വാക്കുകളും നല്ല പ്രവൃത്തികൾ ഇന്നു തന്നെ തുടങ്ങൂ.